ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മണ്ഡലം പ്രസിഡന്റും എൻ്റെ പ്രിയ കോർഡിനേറ്ററുമായ യൂസഫ്, അതുപോലെ തന്നെ മണ്ഡലം ജനറൽ സെക്രട്ടറി മണ്ഡലം വൈസ് പ്രസിഡന്റ് അനീഫ, അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി, മറ്റ് യൂണിറ്റിൻ്റെ പ്രവർത്തകർ, വനിതാ വിങ്ങിൻ്റെ പ്രവർത്തകർ, ഇന്ന് ഈ യോഗത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള മെമ്പർമാർ, ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഈ ഒരു താഴക്കോട് ഈ ഒരു കമ്മിറ്റിയിൽ ഇന്ന് ഇവിടെ എന്നെ ക്ഷണിക്കുന്നത്. അത് ഞാൻ നന്ദി പറയുകയാണ്. സന്തോഷത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അതിൻ്റെ പ്രാധാന്യം വേറൊന്നുമല്ല, ഇവിടെ നിറയെ എൻ്റെ വനിത കുട്ടികളെ കണ്ടു എന്നുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എവിടെ ചെല്ലുമ്പോഴും അങ്ങനെ വനിതകൾ മുൻനിരയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതെൻ്റെ വലിയൊരു സന്തോഷമാണ്. പിന്നെ എനിക്കിവിടെ പറയാൻ വാക്കുകളില്ല, കാരണം അത്ര കണ്ട് വനിതകളെക്കുറിച്ചും വനിതകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും എൻ്റെ കോർഡിനേറ്ററും നമ്മുടെ മണ്ഡലം പ്രസിഡന്റുമായ യൂസഫ്, അതുപോലെ തന്നെ മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് എല്ലാം കൃത്യമായിട്ടുള്ളത് അവതരിപ്പിച്ചു കൊടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ അത് പിന്നിലേക്ക് നിൽക്കേണ്ടതല്ല, യൂണിറ്റാണ് നമ്മുടെ ശക്തി. ഇവിടെ ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നിലവിലിപ്പം ഞാൻ മലപ്പുറം ജില്ലയിലെ പ്രസിഡൻ്റാണ് താനും. പക്ഷേ അതൊക്കെ ആണെങ്കിലും യൂണിറ്റാണ് ശക്തി. യൂണിറ്റ് ഉണ്ടെങ്കിലേനു അവിടെ എന്തുള്ളൂ, മണ്ഡലമുള്ളൂ. മണ്ഡലം ഉണ്ടെങ്കിലേനു അവിടെ ജില്ലയുള്ളൂ. ജില്ല ഉണ്ടെങ്കിലേന് അവിടെ സംസ്ഥാനം, അല്ലേ? യൂണിറ്റാണ് അടിത്തറ. അപ്പം യൂണിറ്റിലാണ് ശക്തി പ്രാപിക്കുന്നത്, യൂണിറ്റിലാണ് പ്രവർത്തനങ്ങൾ കൈക്കൊള്ളുന്നത്, യൂണിറ്റിലാണ് ആളുകളുടെ സാന്നിധ്യം, മെമ്പർമാരുടെ സാന്നിധ്യം, സഹകരണം, പിന്നെ എന്താ പറയുക, ആളുകളുടെ കൂടെ പ്രവർത്തനങ്ങളും കൈക്കൊള്ളുന്നത്. അപ്പം നിർബന്ധമായിട്ട് യൂണിറ്റുകളാണ് ചെല്ലുന്നത്. സ്ഥാനമാനങ്ങൾ നമുക്ക് വരുമ്പോൾ ഒരു പക്ഷേ യൂണിറ്റ് പ്രസിഡന്റ് മണ്ഡലമാവും, അതല്ലെങ്കിൽ അത് ജില്ലാ പ്രസിഡന്റ് ആവും, അതല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആവും, വേറുള്ളതാവും. അതൊക്കെ സ്വാഭാവികതയാണ്, ഓരോ പ്രവർത്തന രീതിക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. പക്ഷേ ഒരു മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് കൈക്കൊള്ളാൻ കഴിയും. അപ്പം ഞാനത് വീണ്ടും അതിലോട്ട് വരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബിസിനസ്സുപരമായിട്ടും കൂട്ടായ പ്രവർത്തനങ്ങളും തനിച്ചും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും എനിക്ക് ഒറ്റൊന്നേ പറയാനുള്ളൂ. ഇതിനിടയിൽ എന്തൊരു പ്രവർത്തനം നിങ്ങൾ കൂട്ടായ തീരുമാനങ്ങൾ യൂണിറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതാത് യൂണിറ്റിലെ സീനിയർ കമ്മിറ്റിയോടൊത്ത് അവരുടെ ഉപദേശങ്ങൾ തേടി അവർക്ക് അനുസരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രാവർത്തികമാക്കാം. നിങ്ങൾക്ക് ചർച്ച ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. എല്ലാം ചർച്ച ചെയ്തിട്ട് ആ ചർച്ചകളുടെ തീരുമാനങ്ങൾ ഇവരെ അറിയിക്കാം. ഇവർ ഓക്കെ എന്ന് പറയാനുണ്ടെങ്കിൽ, നമ്മുടെ മേൽ കമ്മിറ്റി ഓക്കെ എന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, പ്രാബല്യത്തിൽ വരുത്താം. അപ്പോൾ അവിടെ തടസ്സങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, 4 സ്ത്രീകൾ ചേരൂല, അതല്ലെങ്കിൽ കുറേ സ്ത്രീകൾ ചേർന്നാൽ സാധാരണ കുടുംബശ്രീയാവും, തല്ലൂടും, അടി. അതുണ്ടാകണില്ല എന്ന് പറയാനുള്ള കാരണം നമ്മളെ നിയന്ത്രിക്കാനും നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തരാനും നമ്മളുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് ആരുണ്ട്, നമുക്കൊരു നേതൃത്വമുണ്ട്. എല്ലാവരും നമുക്ക് വീട്ടിൽ ഉപ്പയും നമ്മളെ ഇതാവില്ല, അതേപോലെ തന്നെ നമുക്കൊരു നേതൃത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വഴക്കോ അടിപിടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ അഷ്റഫ് ഇവിടെ 50 എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ 50 അല്ല, ഒരു 100 വനിതകളെ ഇവിടെ കാണണം എന്നുള്ളതാണ് എൻ്റെ മനസ്സ്. അപ്പോൾ അത്രയും വനിതകളെ മുഴുവൻ നിരത്തിക്കൊണ്ട് നിങ്ങൾ സജീവമായിട്ട് അടുത്തൊരു കമ്മിറ്റിയിൽ ഇത് കാണിക്കണം എന്നാണ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങളെ എത്തിക്കണം എന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ നാളെ നമ്മുടെ ജില്ലാ എക്സിക്യൂട്ടീവ് ഉണ്ട്. ഞാൻ നമ്മുടെ പിന്നെ സീനത്തിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അനീസവരൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നാളെ ഇവിടുന്ന് നിങ്ങൾ ജില്ലാ കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ ആരാച്ചാൽ അത് പങ്കെടുക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ പരിപാടികൾ അറിയണമെങ്കിൽ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം. ജില്ലാ കമ്മിറ്റികൾ എന്ത് ചെയ്യണം, സംസ്ഥാന കമ്മിറ്റിയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം. മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴാണ് പ്രവർത്തന രീതികളും ചിട്ടവട്ടങ്ങളും നമുക്ക് അറിയാനും അതുപോലെ പ്രവർത്തിക്കാനും കഴിയുള്ളൂ. മനസ്സിലായോ? സംസ്ഥാനം വേണ്ടാന്നോ ജില്ല വേണ്ടാന്നോ എല്ലാം ഞാൻ പറഞ്ഞതിനനുസരിച്ച് യൂണിറ്റുകൾക്ക് വ്യത്യസ്ത രീതികൾ പറയാനും നിങ്ങൾക്കൊക്കെ പറയാനുള്ള കറക്റ്റ് സ്ഥലം എവിടെയെന്ന് അറിയും. എന്തഭിപ്രായം പറയാനുള്ളത് ജില്ലാ കമ്മിറ്റിയിൽ ആളുകൾ ഉത്തമ ഉദാഹരണമാണ് അവരൊക്കെ. എന്താ വെച്ചാൽ എന്ത് കാര്യങ്ങളും തുറന്ന് പറയാം.
പ്രവർത്തനങ്ങൾ ഏത് രീതിക്കൊക്കെ പോകാം എന്ന് പറയാം. ബിസിനസ്സുകളിൽ മാറ്റങ്ങൾ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മനോജേട്ടൻ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് നിരോധനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതിൻ്റെ കാര്യങ്ങളും പറയാം, ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് അറിഞ്ഞിട്ടല്ല, പുറത്തിറങ്ങി നമ്മൾ സംസാരിക്കുമ്പോഴാണ്. അപ്പോൾ ചോദിക്കും ജമീത്ത ആദ്യം എങ്ങനെയാണോ? അല്ല, ജമീത്ത എങ്ങനെയല്ല, ജമീത്ത നിങ്ങളെപ്പോലെ ഒരാളായിരുന്നു. ഇതേപോലെ ഓരോ പടിപടിയായിട്ട് ഉയർന്നു വന്നതാണ്. എൻ്റെ കോർഡിനേറ്റർ ഞാൻ പറയുമ്പോൾ 2007 എൻ്റെ ആദ്യം മുതൽ ഇതുവരെയുള്ളൊരു കോർഡിനേറ്ററാണ്. ഒരു പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ പോലും ഇത്ര ഒന്ന് കൈയടി കൊടുക്കാൻ എന്നെ ഒരു പ്രവർത്തകരാക്കി ഇതുവരെ കൊണ്ടെത്തിച്ച ഒരേ ഒരു കോർഡിനേറ്റർ എന്നാണ്. എനിക്ക് വേറെ കോർഡിനേറ്റർ ഇല്ല. പിന്നെ ജില്ലാ തലത്തിൽ അവിടെ കോർഡിനേറ്റർമാർ, സംസ്ഥാന തലത്തിൽ അത്ര അങ്ങനെയാണ്. അല്ലാതെ കോർഡിനേറ്റർ ഫസ്റ്റ് എനിക്കുള്ളത് യൂസഫ്കയാണ്, പിന്നെ മൂസഫ്കയായി, അങ്ങനെ ഓരോ പടിപടി. അപ്പം നമുക്കിവിടെ കൂടുതൽ ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതൽ സംസാരത്തിലോട്ട് പോകുന്നതിൻ്റെ അർത്ഥമില്ല. എന്തായാലും ഈ ഒരു വനിതാ വിങ് കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ വൈഫ് തന്നെയാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് വനിതാ വിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതും വളരെ അപൂർവമുള്ളൂ. ഏത് ചില യൂണിറ്റിലേ ഉള്ളൂ അങ്ങനെ. നിങ്ങൾ അസൂയപ്പെട്ടിട്ടാണ് മറ്റുള്ള മേലാറ്റൂരൊക്കെ ഇരിക്കുന്നത്. കാരണം അവരെ ഭാര്യമാരെ കയറ്റാൻ പറ്റില്ല. ബാബുമാറി ഭാര്യനാക്കി. അപ്പോൾ ഇതൊക്കെ ഒരു രസമാണ്. നമ്മളൊരു കുടുംബ കൂട്ടായ്മയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ വലിയ രസം, സുഹൃത്ത് ബന്ധം, ഒരുപാട് ബന്ധങ്ങൾ കിട്ടും നമുക്ക്. അത് നല്ല നേരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു സംതൃപ്തിയാണ്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല. പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും താഴെക്കോട് യൂണിറ്റിന് ഒരു ശക്തി പകരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മേൽ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം ഇവിടെ പ്രസിഡൻ്റായിട്ട് നമുക്ക് നമ്മൾ പേര് വിളിക്കട്ടെ? റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? സീനത്ത് പുത്തൂർ. സീനത്ത് പുത്തൂർ അഷ്റഫ് ഖാൻ്റെ, നമ്മുടെ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് അഷ്റഫ് ഖാൻ്റെ വൈഫ് തന്നെയാണ്. ഇങ്ങോട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് നമ്മൾ ഇവിടെ നിയോഗിക്കുന്നത് സെലീന തപ്പലക്കോട്. സെലീന. അതുപോലെ തന്നെ ട്രഷറർ അനീസ. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് റഹ്മത്ത് ടി.പി. സുബ്ഹാനല്ലാഹ്, ഇതെന്താ നിങ്ങൾ ഇന്ന ദിന കൊടുന്നു? മുംതസ് വൈഫ് ഓഫ് മുഹമ്മദ് മാമൂക്ക. വന്നിട്ടില്ല. അതെല്ലേ? ശരി, ഓക്കെ. അപ്പോൾ അവരുണ്ട്. അതുപോലെ തന്നെ റഹ്മത്ത് ടി.പി. ആണ് ഇതല്ലേ? വന്നില്ലേ? വന്നില്ല. ആബിദ മിന്നൂസ്. കയ്യടി കൊടുക്കാം. ഷംന വൈഫ് ഓഫ് അച്ചിപ്പ. ഷംന ഭാര്യനെ കൊണ്ടിട്ടേ ഇവിടെ ശക്തിയായി. ജോയിന്റ് സെക്രട്ടറിമാര് ഇതൊക്കെ വൈസ് പ്രസിഡന്റുമാരാണ്. ഇനി അടുത്തത് ജോയിന്റ് സെക്രട്ടറിമാര് ഹസീന എ കെ. അതുപോലെ തന്നെ സതി സൈനബ. അടുത്തത് സുലേഖ.